നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് വെള്ളമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരുടെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിടുമെന്ന്. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവരുടെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. കുടുംബത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ജോമി, ജിഷ, ഒരു മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സ്വർഗവും ഭൂമിയും ഒരുമിച്ച് സന്തോഷിക്കുന്ന സുന്ദരമായ ഒരു മുഹൂർത്തത്തിനാണ് നാം ഇപ്പോൾ സാക്ഷികളാവുന്നത്. നമ്മുടെ ഈ സന്തോഷത്തിനോടൊപ്പം നമ്മേക്കാൾ അധികമായി സന്തോഷിക്കുന്ന മറ്റൊരു വ്യക്തി കൂടെയുണ്ട്, ദൈവമായ കർത്താവ്. കാരണം ദൈവമാണ് ജോമിക്കും ജിഷയ്ക്കും അസ്തിത്വം നൽകിയതും കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനായി ഇവരെ പ്രേരിപ്പിച്ചതും ഇവരെ വളർത്തിക്കൊണ്ടുവന്നതും ഈ 2 കുടുംബങ്ങളെ ഒന്നിപ്പിച്ച് യോജിപ്പിക്കുവാൻ തീരുമാനമെടുത്തത്. അതിനാൽ ഇവർ ഒന്നിക്കുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പിതാവായ ദൈവമാണ്. ഈ സന്തോഷ നിമിഷങ്ങളിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ജോമിക്കും ജിഷയ്ക്കും ഹൃദയം നിറഞ്ഞ മംഗള ആശംസകൾ നേരുകയാണ്. ഏതനിയുടെ പുത്രിയായ സാറായുടെ വിവാഹ ആഘോഷങ്ങൾ 14 ദിവസം നീണ്ടുനിന്നു. 14ാമത്തെ ദിവസം ഏതന തന്റെ പുത്രിയായ സാറായി തോബിയാസിന്റെ മണവറയിലേക്ക് നയിക്കുകയാണ്. സാറായി കണ്ട തോബിയാസ് എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു: പിതാവായ ദൈവമേ, ജഡികമായ അഭിലാഷത്താലല്ല, മറിച്ച് നിഷ്കളങ്കമായ സ്നേഹത്താലാണ് ഞാൻ ഇവളെ ഭാര്യയായി സ്വീകരിക്കുന്നത്. വാർദ്ധക്യത്തിൽ എത്തുന്നത് വരെ ഇവളോടൊപ്പം ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ നിമിഷം പുതിയ ലോകത്തിലേക്ക്
കാലത്ത് വയ്ക്കുന്ന ജോബിനും ജിഷിക്കും ഞങ്ങൾക്ക് തരുവാനുള്ള സന്ദേശം ഇത് തന്നെയാണ്. ജൈവികമായ അഭിലാഷത്താലല്ല, മറിച്ച് നിഷ്കളങ്കമായ സ്നേഹത്താലാണ് ഞങ്ങൾ ഒന്നിക്കുന്നത്. വാർദ്ധക്യത്തിൽ എത്തുന്നത് വരെ ഒരുമിച്ചായിരിക്കുവാൻ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്ത്രീയുടെ അഴകെല്ലാം ആന്തരികമാണ്, അവളുടെ മേലങ്ങി പൊന്നു പൊതിഞ്ഞതാകുന്നത്. അഴകെല്ലാം ആന്തരികമാണ്. ആന്തരിക വ്യക്തിത്വത്തെയാണ് ഈശോ മാനിക്കുന്നത്. ഈ കല്യാണ സമയത്ത് വായിക്കുന്ന മറ്റൊരു ലേഖനമുണ്ട്. ലേഖനത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്: ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര ദണ്ഡമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, നീ രാജാവായി വാഴിക്കേണ്ടത്. 7 പുത്രന്മാരിൽ 6 പേരെ വിളിച്ച് സാമുവേൽ ഒരുമിച്ച് നിർത്തിയിട്ട് ഇവര് 6 പേരെയും അന്വേഷിച്ചു നോക്കി. അപ്പോൾ മൂത്ത പുത്രനായ എലിയാബിനെ കണ്ടപ്പോൾ സാമുവേലിന് തോന്നി, ഇവനെയായിരിക്കും ദൈവം രാജാവായി വാഴിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തതെന്ന്. കാരണം അവന് വളരെയധികം സൗന്ദര്യവും നല്ല ഉയരവും ഒക്കെ കണ്ടുകൊണ്ടാണ് സാമുവേൽ അങ്ങനെ പറഞ്ഞത്. എന്നാൽ ദൈവം സാമുവേലിനോട് പറഞ്ഞു, അവന്റെ ആകാര വലിപ്പവും ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. ജെസ്സിയുടെ ഏതിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതം ഐശ്വര്യം നിറഞ്ഞതും കൃപ നിറഞ്ഞതും ഏത് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതുമായിരിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടു, കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം തീർന്നു പോയപ്പോൾ മാതാവിന്റെ ആവശ്യപ്രകാരം ഈശോ വീഞ്ഞു തീർന്നു പോയപ്പോൾ മാതാവിന്റെ ആവശ്യപ്രകാരം ഈശോ വെള്ളം വീഞ്ഞാക്കിയത് നാം കണ്ടു. ക്ഷണിക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധികളും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം 2 കുടുംബവും, മുണ്ടുവേലി കുടുംബവും മുടക്കോലി കുടുംബവും വ്യത്യസ്തമായ ചിന്തകളോടെ ജീവിച്ച 2 കുടുംബങ്ങൾ തമ്മിലാണ് ഇന്ന് ഒന്നിക്കാൻ പോകുന്നത്. 2 വ്യക്തിത്വങ്ങൾ തമ്മിലാണ് ഒന്നിക്കാൻ പോകുന്നത്. ചിലപ്പോൾ നാം ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ജീവിത പങ്കാളി കണ്ടുവന്ന് വരികയില്ല. അപ്പോൾ വിട്ടുവീഴ്ച മനോഭാവത്തോടെ ക്ഷമയോടെ ജീവിക്കാനുള്ള ശക്തി ദൈവം തമ്പുരാൻ തരുന്നത് വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലാണ്. ഈ ഹൃദയപരിശുദ്ധിയോടെ ജീവിക്കുവാൻ നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഉത്തമയായ ഭാര്യയായാലും ട്രാക്കിലായാലും കുടുംബത്തിലായാലും അവൾ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടേ എന്ത് കാര്യം ആരംഭിച്ചിരുന്നുള്ളൂ. വിശ്വസ്തയായ ഭാര്യയും ഉത്തമയായ ഒരു അമ്മയുമായിരുന്നു എൻ്റെ ഭാര്യ. ആശംസകളും ഒരിക്കൽ കൂടി എല്ലാവരും മക്കളും നിർത്തുന്നു. സന്തോഷപ്രദമായ ജീവിതം നയിക്കുവാൻ തന്റെ സാന്നിധ്യത്താൽ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിലനിർത്തുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും പുരുഷനെ സ്ത്രീയായി അങ്ങയുടെ പരിപാലനം ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യഭർത്താക്കന്മാരാഗ്രഹിക്കുന്നവരെ സ്നേഹത്തിനെയും യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവര സമർത്ഥമായ ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ
പരിശുദ്ധയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടുകൂടി ജിസയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ജിസ വിശുദ്ധനായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടെ ജോണി എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹത്തെ സംസാരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവങ്ങളോടുകൂടി ഉണ്ടായിരിക്കുന്ന സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ലഭിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി ക്രിസ്തുദേവനുമായി സ്വീകരിച്ച കർത്താവ് വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്നതായി ദയാപൂർവം ആശീർവദിക്കണം. ഐക്യത്തിന് പ്രതീകമായി താങ്ങി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ലഭിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന പുരുഷൻ ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതുവരുടെ വിശ്വസ്തയെ അടയാളമായിരിക്കുകയും കർത്താവായ ദൈവം ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മുദ്രകൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മന്ത്രകോടി വെച്ചിരുന്നു. കൃപാവരത്തിന്റെ അനുസൃതമാത്മാവെ അനുഗ്രഹിക്കുന്ന ഗാന്ധിവാനായ കർത്താവെ ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ ലോകത്തിൽ മുസ്ലിംകരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കണം. സഹോദരനെ, നിങ്ങൾ കരമൊഴിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സുഖതാക്കട്ടെ. തിരുസഭയുടെ സദസ്സായ വിശകലനം എപ്പോഴും നിങ്ങളുടെ പുനരുദ്ധാനം സുരക്ഷിതമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങളുടെ തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ ശക്തിയും അവിടുന്ന് നിങ്ങളിൽ ചെയ്യട്ടെ. ദൈവം നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നത് അവരെ വിശുദ്ധീനമാർഗത്തിൽ നയിക്കുന്നതിന് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ വിശുദ്ധീകരണത്തെയും ആരാധനയും സമർപ്പിക്കുക. നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
ആവശ്യത്തെ സഹായിക്കുവാൻ നിരവധിയായ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും സ്വർഗീയമായ അവിടുത്തെ സ്തുതി ബഹുമാനം ഹൃദയത്തിൽ സമർപ്പിക്കുവാൻ നാം നിങ്ങൾ യോഗ്യരാകട്ടെ. നവജനതമാരായ ഈ തിരുക്കമത്തെ എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ ഇപ്പോൾ